അതേപോലെ തന്നെ അള്ളാഹു റിസ്ഖ് നൽകുന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, അള്ളാഹു റിസ്ഖ് നൽകുക, നമുക്ക് റിസ്ഖ് ലഭിക്കാൻ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് അസ്ബാബുൻ മദ്ദിയ്യ, ഭൗതികമായ കാരണങ്ങൾ, അതിനുവേണ്ടി നമ്മൾ ജോലി ചെയ്യും, അതേപോലെ തന്നെ അനുവദനീയമായ കച്ചവടങ്ങളൊക്കെ ചെയ്യാം, അങ്ങനെ നമ്മൾക്ക് റിസ്ഖ് ലഭിക്കും, ഉപജീവനം അല്ലെ, അതിനുവേണ്ടി അധ്വാനിക്കുക എന്നുള്ളത് ഈ കഥയിൽ നിന്ന് മറ്റൊരു പാഠം അത് പറയാം. അള്ളാഹുവിന്റെ റിസ്ഖ് നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന ഒന്ന് സബബുൻ മദ്ദി അല്ലെ അസ്ബാബ് മദ്ദിയ. അത് നമുക്കൊക്കെ അറിയാം. നമ്മൾക്ക് ഉപജീവനം ഉണ്ടാകണമെങ്കിൽ പണിക്ക് പോകണം, ജോലി ചെയ്യണം, അല്ലെങ്കിൽ കച്ചവടം ചെയ്യണം, അനുവദനീയമായ കാര്യങ്ങൾ നമ്മൾ അധ്വാനിച്ചാലേ നമ്മൾക്കത് കിട്ടൂ എന്നറിയാം. അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ് അധികം മുസ്ലിങ്ങളും ആളുകൾ. എന്നാൽ മറ്റൊരു കാരണമുണ്ട്, അസ്ബാബ് ശർഈയ, ശർഈയായ സബബുകൾ കൊണ്ട് അള്ളാഹുവിന്റെ റിസ്ഖ് ലഭിക്കും. പലതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ദുആ, അവനോട് ദുആ ചെയ്യുക എന്നുള്ളത്. കേവലം ഒരു ദുആ കൊണ്ട് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് അള്ളാഹു റിസ്ഖ് നൽകുക. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് ആ ദുആ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ജോലി എന്നുള്ള നമ്മൾ ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ഈ ശർഈയ അസ്ബാബുകൾ കൂടി നമ്മൾ സ്വീകരിച്ചാൽ എന്ത് ചെയ്യും, അത് നമ്മൾക്ക് റിസ്ഖ് ലഭിക്കാൻ കാരണമാകുന്ന നമ്മൾ വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ജാനിബാണ്, ഭാഗമാണ്. അതിൽപ്പെട്ട ഒന്ന് ഈ കഥയിലുണ്ട്. ഏതാണ്? സദഖ. സദഖ എന്നുള്ളത് നമ്മൾക്ക് വീണ്ടും നമ്മുടെ റിസ്ഖിൽ വർധനവ് ലഭിക്കാൻ കാരണമാകുന്ന അസ്ബാബ് ശർഈയ, ശർഈയായ അസ്ബാബുകളിൽപ്പെട്ടതാണ്. സദഖ കൊടുത്താൽ അതുകൊണ്ട് നമുക്ക് കൂടുള്ളൂ, കുറയില്ല. അല്ലേ? പറഞ്ഞാണ് സദഖ കൊടുത്തുകൊണ്ട് ഒരാളുടെ സമ്പത്ത് കുറയുന്നില്ല. അള്ളാഹു തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ സദഖ കൊടുത്താൽ അയാളുടെ സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും, അയാൾക്ക് അള്ളാഹു വർധനവ് കൊടുക്കും. ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തതുകൊണ്ട് തൊലഞ്ഞുപോയ ചരിത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചാൽ അള്ളാഹു ഇത് വർദ്ധിപ്പിച്ചു തരും. അതേപോലെ തന്നെ ഈ കഥയിലുള്ള ഒരു പ്രധാനപ്പെട്ട പാഠമാണ്, ഈ വ്യക്തിയോട് ചോദിക്കുന്നുണ്ടല്ലോ, എന്താണ് ഫമാ തസ്നഉ ഫീഹ, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതേ ഒരിക്കൽ പോലും മറ്റൊരാളോട് പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇത് തന്നെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അയാൾക്ക് ഒരു ബിശാറ, താങ്കളുടെ പേര് താങ്കളുടെ തോട്ടത്തിൽ നനക്കണം എന്ന് എന്ന് ആകാശലോകത്ത് ഉളയാളമുണ്ടായി എന്ന കാര്യം പറഞ്ഞ് അയാൾ അന്വേഷിച്ചപ്പോഴാണ് ഇയാൾ ചെയ്യുന്ന ഈ കർമ്മം അദ്ദേഹം എടുത്തു പറഞ്ഞത് എന്നുള്ളത് അയാളുടെ ഇഖ്ലാസിനെയും സിദ്ഖിനെയും അറിയിക്കുന്നു എന്നാണ്. അദ്ദേഹം വളരെ ഖഫിയായി ജീവിക്കുന്ന ഒരാളായിരുന്നു, പക്ഷേ അയാൾ ആകാശലോകത്ത് പോലും അറിയപ്പെട്ടവനായി തീർന്നു. അതുകൊണ്ട് ചില സലഫുകൾ പണ്ഡിതന്മാർ പറയാറുള്ളത്, മൻ അഹബ്ബ അൻ യുദ്കർ ലാ യുദ്കർ, പ്രശസ്തി ആഗ്രഹിക്കുന്നവന് ചിലപ്പോൾ പ്രശസ്തി കിട്ടിക്കോളുന്നില്ല. വമൻ കരിഹ അൻ യുദ്കർ യുദ്കർ, എന്നാൽ ഒരുത്തൻ അറിയപ്പെടരുത് എന്ന് ആഗ്രഹിച്ചാൽ ചിലപ്പോൾ അള്ളാഹു തആല അവൻ എന്ത് ചെയ്യും, അവനെ പ്രശസ്തനാക്കും. അല്ലെ? ഈ വളരെ ഒരു കർഷകനായി ജീവിച്ച വ്യക്തിയെ അള്ളാഹു തആല ആകാശലോകത്ത് അല്ലെ ഇസ്ഖി ഹദീഖത ഫുലാൻ, അയാളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല അയാളെ പരിഗണിച്ചു. അതേപോലെ തന്നെ ഈ കഥയിലുള്ള ഒരു പ്രധാനപ്പെട്ട പാഠമാണ് റിസ്ഖു ലാ യഅതി ബിത്തമന്നി വഇന്നമാ ബിൽ അമൽ. റിസ്ഖ് എന്നുള്ളത് വെറുതെ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കിട്ടൂല, പണിയെടുക്കണം, അധ്വാനിക്കണം എന്ന പാഠം ഇതിലുണ്ട്. അല്ലേ? ഇദ്ദേഹം എന്താണ്, ഒരു നല്ല മനുഷ്യനാണ്, എന്നിരുന്നിട്ട് കൂടി അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. ആ മഴവെള്ളം വന്ന സമയത്ത് അയാൾ എന്ത് ചെയ്തു, ആ വെള്ളം ഒലിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് അത് തിരിച്ചുവിടുക എന്നുള്ള പണി അദ്ദേഹം ചെയ്തു. അതേപോലെ അദ്ദേഹം കൃഷി ചെയ്യുന്നു. അപ്പോ അധ്വാനിക്കണം എന്ന പ്രധാനപ്പെട്ട പാഠം ഇതിലുണ്ട്. പ്രത്യേകിച്ച് കൈകൊണ്ട് അധ്വാനിക്കുക എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, മാ അകല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. ഒരാൾ
തിന്നുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ഖൈറായ ഭക്ഷണം അയാൾ കൈകൊണ്ട് അധ്വാനിച്ച് തിന്നുന്ന ഭക്ഷണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. വഇന്ന നബിയല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം കാന യഅകുലു മിൻ അമലി യദി. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അയാൾ കൈകൊണ്ട് അധ്വാനിച്ച സമ്പത്തിൽ നിന്നാണ് ഭക്ഷിക്കാറുള്ളത് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ആരാണ് ശരിക്കും? രാജാവാണ്. എന്നിരുന്നിട്ട് പോലും അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? അധ്വാനിച്ചിരുന്നു എന്നത് കാണാം. അപ്പോ അധ്വാനിക്കുക, ജോലി ചെയ്യുക എന്നുള്ളതൊക്കെ എന്താണ്? ശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. അല്ലെ, അമ്പിയാക്കന്മാർ ജോലി ചെയ്തിട്ടുണ്ട്. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? കാന സക്കരിയ അലൈഹിസ്സലാം നജ്ജാറൻ. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം ആരായിരുന്നു? ഒരു ആശാരിയായിരുന്നു, നജ്ജാറായിരുന്നു എന്നുള്ളത് മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം. അമ്പിയാക്കന്മാർ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോലി ചെയ്യുക എന്നുള്ളത് അത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഈ കഥ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അത്യബ മാ അകല അർറജുലു മിൻ കസബി. ഒരാൾ തിന്നുന്ന ഏറ്റവും നല്ല ഭക്ഷണം അയാൾ അധ്വാനിച്ചു ഉണ്ടാക്കി അയാൾ തിന്നുന്ന ഭക്ഷണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഏറ്റവും നല്ല സമ്പത്ത് ഏതാണ് എന്ന ചോദ്യത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി അമലു റജുലി ബിയദി. ഒരാൾ കൈകൊണ്ട് അധ്വാനിക്കുന്ന, അതിലൂടെ സമ്പാദിക്കുന്ന സമ്പാദ്യമാണ്. അതേപോലെ തന്നെ വകുല്ലു ബൈഇൻ മബ്റൂർ, അനുവദനീയമായ എല്ലാ കച്ചവടവും അതിലൂടെ ഉണ്ടാക്കുന്ന സമ്പത്തും ഏറ്റവും നല്ല ശുദ്ധമായ നല്ല സമ്പത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ എന്താണ്? അധ്വാനിക്കുക, പണിയെടുക്കുക എന്നതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള വാചകങ്ങളാണ്. അതേപോലെ തന്നെ ഈ ഹദീസിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹുവിന്റെ മുൽക്കിനെ കുറിച്ചാണ്. അല്ലെ, ആകാശവും കർമേഘവും ഭൂമിയും എല്ലാം അള്ളാഹുവിൻ്റെതാണ്. എല്ലാം അള്ളാഹുവിന്റെ അധികാരത്തിലാണ്. അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നവൻ. മുദബ്ബിർ അള്ളാഹു തആലയാണ്. എപ്പോഴെവിടെ മഴ പെയ്യണം അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. അതിൽ അള്ളാഹു തആല മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ സുന്നത്താണ്, അള്ളാഹുവിന്റെ നടപടിയാണ്. എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. എല്ലാം എവിടെ മഴ പെയ്യണം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ആ മലക്കുകൾ അത് കൽപ്പന കൊടുത്തിട്ടുള്ളത്. ഭൂമി നോക്ക്, ഭൂമിയിലേക്ക് ആ മഴ വെള്ളം വന്നു, പിന്നീട് ആ ഭൂമിയിൽ എങ്ങനെ അത് സഞ്ചരിക്കണം, എവിടേക്ക് നീങ്ങണം അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് എന്ന പാഠം ഇതിലുണ്ട്. ഇങ്ങനെ ഉള്ള ഈ ഭൂമി നിയന്ത്രിക്കുന്ന അള്ളാഹു തആല അവനിഷ്ടപ്പെടുന്ന, അവനനുസരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അതിനെ ഏത് രൂപത്തിലേക്ക് മാറ്റാൻ കഴിവുള്ളവനാണ്. അല്ലെ, ഈ വ്യക്തി ചെയ്യുന്ന കർമ്മം, അയാൾ സദഖ ചെയ്യുന്നു, സമ്പത്തിന്റെ 1/3 അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു. ഇങ്ങനെ ഈ ഒരു സാലിഹായ മനുഷ്യൻ ചെയ്യുന്ന കർമ്മം കൊണ്ട് അള്ളാഹു തആല ഒരു മരുഭൂമിയിൽ മറ്റുള്ളവർക്ക് ലഭിക്കാത്ത രൂപത്തിൽ അയാളുടെ തോട്ടത്തിന് മാത്രം വെള്ളം ലഭിക്കുന്ന രൂപത്തിൽ മഴ വർഷിപ്പിച്ചിരിക്കുന്നു. അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ, അള്ളാഹുവിനനുസരിക്കുന്ന അടിമകൾക്ക് ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യും? അള്ളാഹു ഒരുക്കി കൊടുക്കും. നല്ല തെളിവാണത്. മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നും മഴ പെയ്തിട്ടില്ല. ഇദ്ദേഹത്തിന് കിട്ടുന്ന രൂപത്തിൽ ഈ തോട്ടത്തിലുള്ള ഫലങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെയുള്ള കൃഷിക്ക് അനുയോജ്യമായി അതിന് മാത്രം കിട്ടുന്ന രൂപത്തിലാണ് എന്ത് ചെയ്തത്? അള്ളാഹു മഴ വർഷിപ്പിച്ചത്. അതിന്റെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഇവിടെ ആ തോട്ടത്തിന് നേരെ മുകളിൽ വന്നുള്ള മഴ പെയ്തത് അത് ചിലപ്പോൾ അതിനെന്ത് ചെയ്യും? പ്രയാസം ഉണ്ടാക്കും. അതിന് കുറച്ചപ്പുറം മഴ പെയ്തു, എന്നിട്ട് ചാലിലൂടെ അല്ലെങ്കിൽ തോടിലൂടെ ആ തോട്ടത്തിന് ഉപകാരപ്രദമാകുന്ന രൂപത്തിലേക്ക് അവിടേക്ക് വെള്ളം എത്തിച്ചു. അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല ഈ രൂപത്തിലൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ പലതും ചെയ്തു കൊടുക്കും. നമ്മൾ മുമ്പ് പഠിച്ച കഥയിലും ആ പാഠമുണ്ട്. എന്താണ്? അല്ലെ, 100 ആളെ കൊന്ന ആളുടെ കഥ നമ്മൾ പറഞ്ഞത്. അതിൽ അദ്ദേഹം മരണപ്പെട്ടപ്പോ മലായികത്തുർ റഹ്മ, മലായികത്തുൽ അദാബ് അവര് തർക്കമായപ്പോ ഭൂമി അളക്കാൻ പറഞ്ഞില്ല. ഭൂമിയോട് എന്താ അള്ളാഹു തആല വഹ്യി കൊടുത്തത്?
യാ അർദു അൻ തഖറബി, നല്ല ഭൂമിയോട് അടുത്തു വരാൻ പറഞ്ഞു. മോശപ്പെട്ട ഭൂമിയോട് അൻ തബാഅദി. കണ്ടോ, അല്ലാഹു തആല ഒരടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഭൂമി അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹു തആല അവനനുസരിക്കുന്ന ആളുകൾക്ക് ഏത് രൂപത്തിലേക്കും എന്ത് ചെയ്യും, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അതിനെ ഒരുക്കി കൊടുക്കുമെന്ന പാഠം ഇതിലുണ്ട്. അതേപോലെ തന്നെ ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട പാഠമാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് രഹസ്യമാക്കി വെക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം, അല്ലെ? മൻ ഇസ്തതഅ മിൻകും അൻ യകൂന ലഹു ഖബീഉൻ മിൻ അമലിൻ സാലിഹിൻ ഫലിയഫഅൽ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അയാൾക്ക് കർമ്മങ്ങളിൽ നിന്ന് രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അവൻ അങ്ങനെ ചെയ്യട്ടെ. കർമ്മങ്ങൾ മറച്ചു വെക്കണം. അത് രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ രഹസ്യമായി തന്നെ ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അബു ഹാസിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, ഉക്തും ഹസനാതിക കമാ തക്തുമു സയ്യിആതിക. നിന്റെ തിന്മകൾ മറച്ചു വെക്കുന്നത് പോലെ നിന്റെ നന്മകളെ മറച്ചു വെക്കണം. നമ്മുടെ ഇഖ്ലാസിന് ഏറ്റവും സഹായിക്കുന്ന കാര്യമാണ്. ഒരു മുഖ്ലിസായ വ്യക്തിക്ക് മാത്രമേ ആരും കാണാതെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കൂ. ഇതാണ് അടിസ്ഥാനം. സൽക്കർമ്മങ്ങൾ, ചില കർമ്മങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂല, രഹസ്യമായി ചെയ്യാൻ സാധിക്കൂല. എന്നാൽ രഹസ്യമായി ചെയ്യാൻ സാധിക്കുന്ന കർമ്മങ്ങൾ രഹസ്യമായി ചെയ്യുക എന്നുള്ളതാണ് എന്ത് കൂടുതൽ നല്ലത്, സംശയമല്ല. എന്നാൽ ഇവിടെ ഇദ്ദേഹം ചെയ്ത കർമ്മം അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം പരസ്യപ്പെടുത്തി, അല്ലേ? അദ്ദേഹം സ്വതക്ക കൊടുക്കുന്ന കാര്യവും അയാൾ കുടുംബത്തിന് ചെലവഴിക്കുന്ന കാര്യമൊക്കെ എന്ത് ചെയ്തു, പരസ്യപ്പെടുത്തി. ഇവിടെ എന്തെങ്കിലും ഒരു മസ്ലഹത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നിയ്യത്തിനെ ബാധിക്കാത്ത രൂപത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയാകാൻ സാധ്യതയുള്ള കർമ്മങ്ങൾ അത് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത് അനുവദനീയമാണ് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? ഇവിടെ നിയ്യത്തിന്റെ പ്രശ്നമല്ല, നമ്മളത് പറയുന്നതിലൂടെ ഖൈറുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, അത് പറയാം എന്ന് പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഞാനൊന്നും ചെയ്യില്ല, പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് മറച്ചു വെക്കായിരുന്നു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, അത് പറഞ്ഞു കൊടുത്തു. എന്തിനു വേണ്ടി? മറ്റുള്ളവർക്ക് അത് മാതൃകയാകാൻ വേണ്ടിയിട്ടാണ്. സമ്പത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മാറ്റിവെക്കുന്നു. അടുത്തൊരു ഭാഗവും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തത്തിനും കുടുംബത്തിനും വേണ്ടി ചെലവഴിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നന്മ അദ്ദേഹം എന്ത് ചെയ്തു, മറ്റുള്ളവർക്ക് ഗുണമുണ്ട് എന്ന നിലയ്ക്ക് അദ്ദേഹം സംസാരിച്ചു എന്നുള്ളത് അത് അനുവദനീയമാണ്. പക്ഷെ നമ്മുടെ നിയ്യത്തിനെ ബാധിക്കാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും ഉജ്ബ് വരുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. എന്തോ ഒരു സംഭവമാണ്, ഒരു മതിപ്പ് തോന്നുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് പറയാൻ പാടില്ല. നമ്മുടെ നിയ്യത്തിനെ ബാധിക്കാത്ത രൂപത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയാകാൻ വേണ്ടി ആ ഒരു നിയ്യത്തിൽ എന്ത് ചെയ്യാം, പറയാം. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ അവർ ചെയ്ത കാര്യങ്ങൾ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയും. അത് ഈ നിലക്കാണ്. അതേപോലെ തന്നെ അമ്മ ബിനിഅമതി റബ്ബിക ഹദ്ദിസ്, ഒരാൾക്കൊരു സൽക്കർമ്മം ചെയ്യാൻ സാധിച്ചു എന്നുള്ള എന്താണ്, നിഅമതാൻ. ആ നിഅമത്ത് ഒരു അത് പറയുക എന്നുള്ളത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ച കാര്യമാണ്. അത്തഹദ്ദുസു ബിനിഅമതില്ലാഹി ശുക്ർ, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ അത് പറയുക എന്നുള്ളത് എല്ലായിടത്തും അല്ല, പറയേണ്ടടുത്ത്. അതിൽ വേറെന്തെങ്കിലും മഫ്സദത്തില്ലെങ്കിൽ ദുനിയവിയ അനുഗ്രഹം നമുക്ക് പറയാം. ചില ആളുകൾ തീരെ അത് പറയില്ല, എത്ര ഉണ്ടെങ്കിലും പ്രയാസം പറയുള്ളൂ. ശരിയല്ല. നമ്മൾ ആരോടാണോ പറയുന്നത് അയാളെ പരിഗണിച്ച്, അയാൾ പറഞ്ഞാൽ അയാൾക്ക് അസൂയ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവസ്ഥ ഇല്ലെങ്കിൽ നമുക്കത് പറയാം. ശുക്റിന്റെ അടിസ്ഥാനത്തിൽ, അല്ലാതെ ഫഖറിന്റെ അടിസ്ഥാനത്തിലല്ല, ഒരു പൊങ്ങച്ചത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അള്ളാഹുവിനോടുള്ള നന്ദിയുടെ ഭാഗമായി അത് പറയുന്നത് നാവ് കൊണ്ടുള്ള ശുക്റിന്റെ ഭാഗമാണ്. അപ്പൊ ആ അർത്ഥത്തിൽ എന്ത് ചെയ്യാം, എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അത് പറയാം എന്ന പാഠം ഈ പറഞ്ഞ കഥയിലുണ്ട്. അതേപോലെ തന്നെ സദഖ എന്നുള്ളത് അല്ലാഹു തആല പരീക്ഷണങ്ങളെ, നമ്മൾക്ക് വരുന്ന മുസീബത്തുകളെ തടയാൻ നിശ്ചയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന ഒന്നാണ്. അപ്പൊ നമുക്ക് ഇദ്ദേഹത്തിന് ഈ തോട്ടത്തിൽ വെള്ളം ആവശ്യമാണ്, ഭൂമിക്ക് അല്ലെങ്കിൽ കൃഷിക്ക് വെള്ളം ആവശ്യമാണ്. അവിടെ വെള്ളത്തിനുള്ള ക്ഷാമം, അതുപോലെയുള്ള വരൾച്ച, ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്തു, അദ്ദേഹം സദഖ കൊടുക്കുന്നു എന്നുള്ള കാരണത്താൽ അല്ലാഹു തആല എന്ത് ചെയ്തു, അതിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തി. വെള്ളം ആവശ്യമാണ് കൃഷിക്കില്ലേ, വെള്ളം അല്ലെങ്കിൽ കൃഷി നശിച്ചു പോകും. വരൾച്ചയാണെങ്കിൽ കൃഷിക്ക് ബുദ്ധിമുട്ടാണ്.
അങ്ങനെയുള്ള പ്രയാസത്തിൽ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കൃഷിയെ അള്ളാഹു രക്ഷപ്പെടുത്തി. അതുപോലെയുള്ള പലതും നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചാൽ നമ്മൾക്ക് വരാനിരിക്കുന്ന പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ, മുസീബത്തുകൾ, അതിൽ നിന്നൊക്കെ അള്ളാഹു തആല സദഖക്കാരൻ നമ്മളെ രക്ഷപ്പെടുത്തും എന്നുള്ള പാഠം ഈ പറഞ്ഞ കഥയിലുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം ഈ സമ്പത്ത് ചെലവഴിച്ചതിലുള്ള ആ ഒരു ശ്രദ്ധ, ഈ കഥയിലുള്ള മറ്റൊരു പാഠം, അദ്ദേഹത്തിന്റെ സമ്പത്ത് ചെലവഴിച്ചതിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ബുദ്ധി. ഒന്ന്, അയാൾ സമ്പത്തിന്റെ 1/3 അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ മറന്നില്ല. കുടുംബത്തിന് ചെലവ് കൊടുക്കുക എന്നുള്ളത് എന്താണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളത് നിർബന്ധമായ ചെലവഴിക്കലുണ്ട്, സുന്നത്തായതുണ്ട്. നിർബന്ധമായതിൽ ഏതൊക്കെ പെടുക? ഒന്ന് സക്കാത്താണ്, മറ്റൊന്ന് ഏതാണ്? മറ്റൊന്ന് ഈ പറഞ്ഞ കുടുംബത്തിന് ചെലവിന് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്, വാജിബാണ്. അദ്ദേഹം എന്ത് ചെയ്തില്ല? കുടുംബത്തിനെ അവഗണിച്ചില്ല. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ റഅസുൽ മാൽ, മൂലധനം, അതിന് പരിക്കേൽക്കുന്ന രൂപത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചില്ല, അത് അദ്ദേഹം മാറ്റിവെച്ചു. അല്ലെ? കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളത് പലപ്പോഴും പലരും ശ്രദ്ധിക്കാത്ത, നമ്മളൊക്കെ ചെലവഴിക്കുന്നുണ്ടാകും, പക്ഷെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോഴും സ്വന്തത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോഴൊക്കെ നമ്മൾ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ ഒക്കെ നമുക്ക് അത് സദഖയായിട്ട് ലഭിക്കും. നമുക്ക് നിയ്യത്തുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തത്തിന് ചെലവഴിക്കുന്നത് പോലും സദഖയാണ്, നിയ്യത്ത് ശരിയാണെങ്കിൽ. നമ്മൾ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന എന്തുമാകട്ടെ അത് സദഖയാണ്, അവിടെ നിയ്യത്ത് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുസ്ലിമ ഇദാ അൻഫഖ അലാ അഹ്ലിഹി നഫഖതൻ, ഒരു മുസ്ലിം തന്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെലവഴിക്കണം. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞു, ഓഹോ യഹ്തസിബുഹ, കൂലി പ്രതീക്ഷിച്ചു കൊടുക്കണം. അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരുത്തൻ അള്ളാഹുവിന്റെ കുടുംബത്തിന് ചെലവഴിക്കുന്നുണ്ടെങ്കിൽ കാനത്ത് ലഹു സദഖ, അത് സദഖയാണ്. എത്രത്തോളം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത് കാണാം. 4 ദീനാറിനെ കുറിച്ച് പരിചയപ്പെടുത്തി. ഒരു ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ്, ഒരു ദീനാർ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി ചെലവഴിച്ചു. വദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബ, ഒരു ദീനാർ മറ്റൊരു ദീനാർ അടിമയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചു. വദീനാറുൻ തസദ്ദഖ്ത ബിഹി അലാ മിസ്കീൻ, ഒരു ദീനാർ ഒരു സാധുവിന് കൊടുത്തു. വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക്, ഒരു ദീനാർ നിന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചു. 4 ദീനാറിനെ കുറിച്ച് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അഅ്ളമുഹാ അജ്റൻ അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക്, ഇത് ഏറ്റവും കൂടുതൽ കൂലിയുള്ളത് നിന്റെ കുടുംബത്തിന് ചെലവഴിച്ച ആ ദീനാറിനാണ്. എത്ര വലിയ കാര്യമാണത്. നമ്മളൊക്കെ ചെയ്യുന്നതാണ് ഈ പറഞ്ഞത്. പക്ഷെ എന്തുവാണ്? ഇഹ്തസിബുഹ, അവിടെ നമ്മൾ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുള്ളൂ? ഈ പറഞ്ഞ ശ്രേഷ്ഠത ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാചകമുണ്ട്, വല്ലാത്തൊരു കാര്യമാണ്. കാരണം നമ്മളൊക്കെ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ക്ലാസ് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കും, പിന്നെ അത് വിട്ടുപോകും, പിന്നെ അടുത്ത ക്ലാസ് കേൾക്കുന്ന ഒരു ശ്രദ്ധ ഉണ്ടാവില്ല. അദ്ദേഹം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞ വാക്കുണ്ട്, ബഅദുൻ നാസി യുൻഫിഖു അലാ അഹ്ലിഹി, ചില ആളുകൾ കുടുംബത്തിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കും. വലാകിന്നഹു ലാ യശ്ഉറു ബിഅന്നഹു യതഖറബു ഇലല്ലാഹി ബിഹാദൽ ഇൻഫാഖ്, ഈ കൊടുക്കുന്നതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് എന്നൊരു ഫീലിംഗ്, ഒരു ബോധം അയാൾക്ക് ഉണ്ടാകില്ല. കുടുംബത്തിന് ഇപ്പോൾ 1000, 10,000 വലിയ സംഖ്യ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു സദഖ കൊടുത്ത ഒരു ഫീലിംഗ് അയാൾക്ക് ഉണ്ടാകില്ല. അധികം ആളുകൾ പലരും അങ്ങനെയാണ്. ഇനി വലൗ ജാഅഹു മിസ്കീനുൻ വഅഅതാഹു റിയാലൻ വാഹിദൻ, ഒരു സാധു വന്നിട്ട് സഹായം ചോദിച്ചു 1 റിയാൽ അയാൾ കൊടുത്താൽ, യശ്ഉറു ബിഅന്നഹു മുതഖർരിബുൻ ഇലല്ലാഹി ബിഹാദിഹി സദഖ, ആ ഒരു റിയാൽ കൊടുക്കുമ്പോൾ, ഒരു ചെറിയ സംഖ്യ കൊടുക്കുമ്പോൾ കൂലി കിട്ടണം എന്നുള്ള നിയ്യത്തിലാണ് കൊടുക്കുക. പക്ഷേ 1000, 10,000 കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ ഈ ചിന്തയില്ല. വലാകിന്ന സദഖത്തൽ വാജിബത അലൽ അഹ്ലി അഫ്ദലു വഅക്സറു അജ്റ, എന്നാൽ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരം, കൂടുതൽ കൂലി കിട്ടുന്നതും. അത് നമുക്ക് നിർബന്ധമാണ്. ഒരു സാധുവിനെ സഹായിക്കാൻ പറ്റിയെങ്കിൽ സഹായിച്ചാൽ മതി. അത് നമ്മൾക്ക് എന്ത് ചെയ്യില്ല? സഹായിച്ചിട്ടെങ്കിൽ കുറ്റം കിട്ടൂല. പക്ഷെ നമ്മൾ കുടുംബത്തിന് ചെലവ് കൊടുത്തിലേക്ക് കുറ്റം കിട്ടും. കാരണം അത് നമ്മൾ നിർബന്ധമായി കൊടുക്കേണ്ടതാണ്. ഇത് ശരിക്കും നമ്മുടെ വീട്ടിലേക്ക് ഒരു 10 രൂപയ്ക്ക് ഒരു ബിസ്ക്കറ്റ് വാങ്ങുകയാണെങ്കിലും, ഒരു ചെറിയ സംഖ്യ എന്ത് വാങ്ങുകയാണെങ്കിലും ഒരു കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് അത് ചെയ്യാൻ
പറ്റണം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു ദിവസം തന്നെ എത്രയോ സദഖയുടെ പുണ്യം കിട്ടും. അപ്പോ അള്ളാഹു കുടുംബത്തിനു വേണ്ടി ചെലവഴിക്കുക എന്നുള്ളത് സദഖയാണ് എന്ന കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അതേപോലെ തന്നെ ഈ സംഭവത്തിലുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് വഹാദൽ ഹദീസു ദലീലുൻ അലാ സിഹ്ഹത്തിൽ ഖൗലി ബികറാമാത്തിൽ ഔലിയാ. അമ്പിയാക്കന്മാർക്ക് മുഅ്ജിസത്തുള്ളതുപോലെ ഔലിയാക്കന്മാർക്ക് എന്തുണ്ട്? കറാമത്തുണ്ട് എന്ന പാഠം ഈ ഹദീസിലുണ്ട് അല്ലേ. ഇസ്കി ഹദീഖത ഫുലാൻ എന്ന് അദ്ദേഹത്തിന്റെ പേരെടുത്ത് വിളിച്ച് മലക്കുകളോട് അള്ളാഹു നിർദ്ദേശിച്ച പ്രകാരം അങ്ങനെ ആ ഒരു പേര് വിളിച്ച് അള്ളാഹു ഈ ഒരു കാര്യം നടപ്പിലാക്കിയത് എന്താണ്? അള്ളാഹുവിന്റെ ഒരു കറാമത്താണ്, അള്ളാഹുവിന്റെ ഒരു ആദരവാണ്. ആർക്ക്? അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകൾക്ക്. കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കറാമത്തുമായി ബന്ധപ്പെട്ട് ആളുകൾ 3 നിലപാടിലാണുള്ളത്. ഒന്ന്, ആ കറാമാത്തുൽ ഔലിയ, ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട് എന്ന വിഷയത്തിൽ അതിരുകവിഞ്ഞ ആളുകൾ അല്ലെ, കറാമത്തിന്റെ പേരിൽ ഉള്ളതും ഇല്ലാത്തതുമായ കറാമത്തുകൾ പറഞ്ഞ് അവരോട് ഇബാദത്ത് ചെയ്യാനും അവർക്കുള്ള സ്ഥാനത്തേക്കാൾ അവർ നിർത്തി അവരോട് ദുആ ചെയ്യാനും അവരോട് കാര്യങ്ങൾ, ആവശ്യങ്ങളും സങ്കടങ്ങളും പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന രൂപത്തിൽ കറാമത്തിനെ തെറ്റി മനസ്സിലാക്കിയ അതിരുകവിഞ്ഞ ആളുകളുണ്ട്. രണ്ടാമത്തെ വിഭാഗം എന്താണ്? കറാമത്തിനെ നിഷേധിക്കുന്ന ആളുകൾ. അങ്ങനൊന്നും ഇല്ല എന്ന് പറയുന്ന വിഭാഗം ആളുകളുണ്ട്. കറാമത്ത് എന്ന് പറഞ്ഞ സാധനമില്ല, കറാമാത്തുൽ ഔലിയ അതില്ല, അതും ശരിയല്ല. അതിന്റെ ഇടയിലാണ് എന്ത്? അഹ്ലുസ് സുന്ന. കറാമാത്ത് ഔലിയ അത് ഉണ്ട്. അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ അടിമകളെ എന്ത് ചെയ്യും? ആദരിക്കും. അവർക്ക് ഉള്ള ഒരു സഹായം എന്ന നിലയ്ക്ക് പല നിലക്കും അല്ലാഹു തആല എന്ത് ചെയ്യും? അല്ലാഹു തആല അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യും? ആദരിക്കും എന്ന കാര്യം. അതാണ് അഹ്ലുസ് സുന്നയുടെ നിലപാട്. പക്ഷെ അതിലെന്ത് ചെയ്യില്ല? അതിര് കവിയുന്ന അവസ്ഥയില്ല. പ്രത്യേകിച്ച് ശുദ്ധ ഖുർആനിലും സഹീഹ് ഹദീസിലൊക്കെ ഈ പറഞ്ഞ സ്ഥിരപ്പെട്ട കറാമാറ്റുകൾ അത് നമ്മൾ അംഗീകരിക്കും. ഇപ്പൊ ഈ പറഞ്ഞതിലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകുമോ? ആകാശലോകത്ത് വിളിക്കുന്നത് വേറെ ആൾക്ക് കേൾക്കില്ല. ഇങ്ങനെയുള്ള കറാമാറ്റുകൾ എന്ത് ചെയ്യും? ഉണ്ടാകും, അള്ളാഹു ആദരിക്കുന്നതിന്റെ ഭാഗമായി. പക്ഷേ അവർക്ക് എന്തെങ്കിലും അതിൽ കഴിവുണ്ടോ? ഇല്ല. അതിന്റെ പേരിൽ ആ കറാമത്ത് ഉണ്ടായ ആളുടെ എന്തെങ്കിലും സഹായം ചോദിക്കുക അങ്ങനത്തെ അവസ്ഥ ഉണ്ടോ? ഇല്ല. ഇനി അവർക്ക് ഉദ്ദേശിക്കുമ്പോൾ അത് പ്രകടിപ്പിക്കാൻ പറ്റുമോ? അതുമില്ല. എന്താണ് കറാമത്ത് എന്ന് പറഞ്ഞാൽ? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, അമ്മൽ കറാമാത്ത് ഫഹിയ ജംഉ കറാമ. കറാമത്ത് എന്നതിന്റെ ജമ്മാണ് കറാമാത്ത്. വൽ കറാമത്തു അംറുൻ ഖാരിഖുൻ ലിൽ ആദ. കറാമത്ത് എന്ന് പറഞ്ഞാൽ അസാധാരണ സംഭവങ്ങളാണ്. സാധാരണ സംഭവിക്കുന്നതിന് വിപരീതമായി അല്ലെങ്കിൽ സാധാരണ സംഭവങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുന്നത്. യുജ്രിഹില്ലാഹു തആല അലാ യദി വലിയ്യിൻ. അല്ലാഹുവാണ് നടപ്പിലാക്കുന്നത് ഒരു വലിയിന്റെ കരങ്ങളിലൂടെ. ശഈദൻ ലഹു ഔ ഇആനതൻ ഔ തസ്ബീതൻ ഔ നസ്റൻ ലിദ്ദീൻ. അത് അയാൾക്കുള്ളൊരു സഹായം അല്ലെങ്കിൽ അയാളെ ദീനിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ദീനിന് എന്തെങ്കിലും സഹായം എന്ന നിലക്കൊക്കെ എന്ത് ചെയ്യും? ആ രൂപത്തിൽ എന്ത് ചെയ്യും? അല്ലാഹു തആല അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളിലൂടെ അള്ളാഹു നടപ്പിലാക്കുന്ന കാര്യമാണ്. അത് അവരുടെ കഴിവിൽപ്പെട്ടതല്ല. അഹ്ലുസ് സുന്ന ആ വിഷയത്തിൽ വിശ്വസിക്കുന്ന കാര്യം. അപ്പോ ഈ പറഞ്ഞ കറാമാത്തുൽ ഔലിയ, ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട് എന്ന കാര്യം ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇതിലുള്ള ഒരു പാഠം, ഇത്തരം കാര്യങ്ങൾ നമ്മൾക്കും എന്ത് ചെയ്യുക? ജീവിതത്തിൽ പകർത്താം. നമ്മുടെ സമ്പത്തിന്റെ ഒരു ഭാഗം അല്ലേ? ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതൊരു ഉണ്ടാക്കി പറഞ്ഞ കഥയല്ല. ഒരു മനുഷ്യൻ അയാൾ അധ്വാനിച്ച് ജീവിക്കുന്നു, കൃഷി ചെയ്യുന്നു, പണിയെടുത്ത് ജീവിച്ച് അയാൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം അയാൾ അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തിൽ ചെലവഴിക്കണം. നമ്മൾക്കും പല രൂപത്തിലും വരുമാനങ്ങളുണ്ട്. കച്ചവടക്കാരുണ്ടാവും, പല ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. നമ്മുടെ സമ്പത്തിന്റെ ഒരു ഭാഗം ഈ രൂപത്തിൽ നമുക്ക് പറ്റുന്ന രൂപത്തിൽ ചെലവഴിക്കാൻ പറ്റണം. അത് ഈ കഥയിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കേണ്ട, മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അത് എത്ര കുറച്ചാണെങ്കിലും
നമ്മൾ സദക്ക എന്നുള്ളതിൽ ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സദക്കയ്ക്കുള്ള ശ്രേഷ്ഠത. ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചാൽ അയാളെ അള്ളാഹു ഏതൊക്കെ രൂപത്തിൽ സഹായിക്കും, ആദരിക്കും എന്ന കാര്യമാണ് ഇതിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പലരും തെറ്റി മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. സദക്ക എന്ന് പറഞ്ഞാൽ പണക്കാർ മാത്രം ചെയ്യേണ്ട കാര്യമില്ല. പലരും കേട്ടിട്ടുണ്ടാകും, പണമില്ലാത്ത ആളുകളും അവർക്ക് പറ്റുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക എന്ന ഇബാദത്തിൽ എന്ത് ചെയ്യണം, പങ്കാളിയാണ്. ഒറ്റ ഹദീസ് മാത്രം പറയാം. എത്ര കുറച്ചാണെങ്കിലും നമ്മുടെ അടുത്ത് ₹1 ഉള്ളൂ, അത് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു ₹10 നമുക്ക് കൊടുക്കാൻ പറ്റുള്ളെങ്കിൽ അത് കൊടുക്കുക, ഇഖ്ലാസോടുകൂടി. ഒരാളെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരാളെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുമല്ല. സദഖ എന്ന് പറഞ്ഞാൽ അതിന് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. അത് മനസ്സിലാക്കി എനിക്കതിൻ്റെ കൂലി കിട്ടണം, അതിനെന്തെല്ലാം ശ്രേഷ്ഠതകളുണ്ടോ അതൊക്കെ കിട്ടണം, എനിക്കിത് ഇത്രേ പറ്റുള്ളൂ. ചിലപ്പോൾ ആ സംഖ്യ കണ്ട് ചിലപ്പോൾ അത് വാങ്ങുന്ന ആൾ ചിലപ്പോൾ പുച്ഛിക്കും, ചിലപ്പോൾ അവരതിന് ആ രൂപത്തിൽ നമ്മളാർക്കെങ്കിലും കൊടുത്താൽ ചിലപ്പോൾ അവർ അതിൻ്റെ സംഖ്യയുടെ ചെറുപ്പം കണ്ട് അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്ടക്കേട് ഉണ്ടാകും. പക്ഷെ അതൊന്നും നമ്മൾ പരിഗണിക്കേണ്ടത്. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. من أحب لله وأبغض لله وأعطى لله ومنع لله فقد استكمل الإيمان. وأعطى لله, അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുക. നമ്മൾ ചെലവഴിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ അവസ്ഥ എനിക്കറിയുള്ളൂ. ആളുകൾ നമ്മളെ അടുത്ത് എത്ര പ്രതീക്ഷിക്കണമെന്ന് നോക്കണ്ട. നമ്മൾക്ക് 10 കൊടുക്കാൻ പറ്റുള്ളൂ, ഇപ്പോൾ അത് കൊടുക്കുക. പക്ഷെ അള്ളാഹു നമ്മുടെ ഇഖ്ലാസിനനുസരിച്ച് നമ്മളിൽ നിന്ന് അത് സ്വീകരിച്ചാൽ അള്ളാഹു അതിനെ എങ്ങനെയാണ് വളർത്തി വലുതാക്കുക എന്നുള്ളത് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ബുഖാരി ധരിക്കുന്ന ഹദീസ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മൻ തസദ്ദഖ ബിഅദ്ലി തംറത്തിൻ മിൻ കസ്ബിൻ തയ്യിബ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഒരാൾ തന്റെ സമ്പാദ്യത്തിൽ നിന്ന്, ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന്, അതാണ് മിൻ കസ്ബിൻ തയ്യിബ്, ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് ഒരു കാരക്കയുടെ അളവ്, ഒരു കാരക്കയോളം വരുന്ന ഒരു സാധനം സദഖ കൊടുത്തു. എത്ര ചെറുതാണ്, ഒരു കാരക്കയോളം വരുന്ന ഒന്ന് സദഖ കൊടുത്തു. പക്ഷേ മിൻ കസ്ബിൻ തയ്യിബ്, ഹലാലായ സമ്പാദ്യത്തിൽ നിന്നാകണം. വലാ യഖ്ബലുല്ലാഹു ഇല്ല തയ്യിബ്, അല്ലാഹു തയ്യിബ് അല്ലാതെ സ്വീകരിക്കുകയില്ല. ഇങ്ങനെ കൊടുത്താൽ ഫഇന്നല്ലാഹ യഖ്ബലുഹു ബിയമീനി, അല്ലാഹു എന്ത് ചെയ്യും, അത് വലത് കൈ കൊണ്ട് അതിനെ സ്വീകരിക്കും. സുമ്മ യുറബ്ബിഹാ ലിസാഹിബിഹാ, എന്നിട്ട് അത് കൊടുത്ത വ്യക്തിക്ക് വേണ്ടി അള്ളാഹു അതിനെ വളർത്തി വലുതാക്കും. ഏതുപോലെ കമാ യുറബ്ബി അഹദുക്കും ഫലൂവഹു, ഒരാൾ തന്റെ കുതിരക്കുട്ടിയെ വളർത്തി വലുതാക്കുന്നത് പോലെ അള്ളാഹു വലുതാക്കി അയാൾ ഒരു കരക്കയോളം വരുന്നൊരു സാധനമാണ് കൊടുത്തത്. പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് അത് അവൻ നാളെ പരലോകത്തെത്തുമ്പോൾ സൽക്കർമ്മങ്ങളിൽ മീസാനിൽ അതെങ്ങനെയാണ് അള്ളാഹു തആല പരിഗണിക്കുക? ഹത്താ തകൂന മിസ്ലൽ ജബൽ, ആ ഈത്തപ്പഴത്തിന്റെ വലുപ്പമുള്ള സാധനത്തെ അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹു സ്വീകരിച്ചാൽ പർവ്വത സമാനമാക്കുന്നതാണ്. മലയോളം പർവ്വതത്തോളം അള്ളാഹു വളർത്തി വലുതാക്കും. നമ്മളെ കൊണ്ട് പറ്റുന്ന കൊടുക്കുക. ചിലപ്പോൾ ആ ₹1 ₹2 അള്ളാഹുവിൻ്റെ അടുത്തെത്തുമ്പം മലയോളം ഉണ്ടാകും. ഇത് മതി. ഈ സദഖ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക എന്നതിൽ നമുക്ക് യാതൊരു മടിയുണ്ടാകരുത്. പൈസക്കാർക്കുള്ള ഈ ഭാഗത്താണ് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഒരുപാട് സംരംഭങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള നിരവധി അവസരങ്ങൾ നമ്മുടെ മുമ്പിലൂടെ വരും. ₹1 അല്ലേ? ഇപ്പൊ നമ്മുടെ ഈ ഗൂഗിൾ പേ സംവിധാനമൊക്കെ ഉള്ളതുകൊണ്ട് ആരും അറിയാതെ നമുക്ക് എന്ത് ചെയ്യാം, അയച്ചു കൊടുക്കാം. അള്ളാഹു മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാനുള്ള മനസ്സ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹുവിന്റെ വലിയയുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കറാമത്തായിട്ട് ബന്ധപ്പെട്ട് ചേർത്തി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്, ഒരാൾ അള്ളാഹുവിന്റെ വലിയാണ് എന്നുള്ളത് കൊണ്ട് അയാൾക്ക് കറാമത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അള്ളാഹുവിന്റെ എല്ലാ വലിയകളുടെയും അള്ളാഹു എന്ത് ചെയ്യൂല, കറാമത്ത് പ്രകടാക്കൂല. അത് നമ്മൾ മനസ്സിലാക്കണം. വലിയാകണമെങ്കിൽ കറാമത്ത് ഉണ്ടാകണം നമ്മൾ മനസ്സിലാക്കരുത്. അതിന്റെ കൂട്ടത്തിൽ പറയേണ്ട ഒരു വിഷയമാണ് കറാമത്ത് എന്നുള്ളത്. അള്ളാഹു ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളിലൂടെ അള്ളാഹു ഒളിവാക്കുന്ന സാധാരണ സംഭവമാണ്. ഇനി അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ മൻ കാന മുഅ്മിനൻ തഖിയൻ കാന ലില്ലാഹി വലിയ,
അള്ളാഹുവിന്റെ വലി എന്ന് പറഞ്ഞ ആരാണ്? മുഅ്മിനാണ്, മുത്തഖിയാണ്. നിസ്കരിക്കാത്ത, നോമ്പെടുക്കാത്ത ഒരാൾ എന്തല്ല? വലിയല്ല. പിന്നെ അയാളിലൂടെ എന്തെങ്കിലും അസാധാരണമായ സംഭവം ഉണ്ടായി എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് ശൈത്താനിയത്താണ്. നമ്മൾ മനസ്സിലാക്കണം. ഒരു വലിയിൽ നിന്നുണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ? അത് കറാമത്താണ് എന്ന് പറയാൻ പറ്റുള്ളൂ. നിസ്കരിക്കാത്തത് ഒരിക്കലും എന്തല്ല, അല്ലാണ്ട് വലിയാകില്ല. നോമ്പെടുക്കാത്ത ഒരുത്തം എന്ത് ചെയ്യില്ല? നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ വലിയ ആരെന്ന് മനസ്സിലാക്കണം. കറാമത്തിന്റെ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ നിലപാട് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അല്ലാഹു തആല ആലം. അല്ലാഹു തആല നമ്മെല്ലാവരെയും ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ.